എന്തൊരു ചൂടാണ്. ഇത്തിരി വെള്ളം കിടക്ക്. ഇങ്ങനെ പോയാ കേരളം പറ്റി വരളൂ. പഠിച്ചോനെ, പൊയലൊന്നും ഒരു സ്പൂണ് വെള്ളം എടുക്കാനില്ല. അല്ല, അതിപ്പോ മഴക്കാലായാലും ഇല്ല. ഈ ചൂടത്ത് മീനും കൊണ്ടുള്ള യാത്ര. മത്തി അയിലൊക്കെ ചൂടെടുത്തിട്ട് ഉണക്കൽ മീനായിട്ടാ പെരയിലെത്തുന്നത്. ചൂടെടുത്തിട്ട് ഞമ്മളും കറക്കുന്നുണ്ടോന്നൊരു സംശയം. അല്ല, ചൂടെടുത്തിട്ട് ഞമ്മളും കറക്കുന്നുണ്ടോന്നേ. ഓ പിന്നെ, നിങ്ങൾ ഇനി എന്ത് കറക്കാനാണ്? നമ്മള് കാണുന്ന കാലം തൊട്ട് നിങ്ങളെ കളർ ഇങ്ങനെ എന്നാ കാക്കക്കുട്ടീന്റെ കളർ. ഒന്ന് പോടി അവിടുന്ന്. എന്നാലേ കല്യാണത്തിന്റെ ഒക്കെ സമയത്ത് അന്നക്കാട്ട് നിറണ്ടേനി ഞമ്മള്. അത് നേരാണ്, ഇന്നെക്കാളും കറുത്ത നിറായി നിങ്ങക്ക്. ഓ, വലിയ കോമഡി അടിക്കല്ലേ. ഈ കച്ചവടവും അലച്ചലും കാരണം കുറച്ച് കറുത്തുപോയി. കറുത്തി ഇഞ്ച മൂസക്കായി ഇങ്ങളെ തൊലീന്റെ നിറത് എന്നാ കറുത്തൊട്ടി കരിമുട്ടിയുമായി. ഓ, ഈ പിന്നെ വെളുത്തിട്ട് വലിയ സായിപ്പൻ കുട്ടിയാണല്ലോ. ഞമ്മളേ ഒന്നും കൂടി നോക്കിയെങ്കിലേ അന്നക്കാളും വെളുപ്പുള്ള പെൺകുട്ടികളെ കിട്ടീനി ഞമ്മക്ക്. എന്താ നിങ്ങൾ നോക്കാനീ? ഇതെന്നെ നിങ്ങളെ ഭാഗ്യത്തിനു ഇഞ്ച കാലക്കേണ്ടും പറ്റിപ്പോയതാ. അതെ, ഈ വരാനുള്ളത് ബൈക്ക് തങ്ങൂല്ലോ. അത് നമ്മളെ പെടലിക്ക് തന്നെ വന്ന് തട്ടുമല്ലോ. ഓ, കണക്കായി പോയിന്നാലി. നിങ്ങൾക്കൊരു വിചാരണ്ട്, നിങ്ങൾ പറയുന്നത് മാത്രാണ് ശരി, ബാക്കിയുള്ളവര് പറയുന്നിട്ട് അംഗീകരിക്കുകയില്ല. പറയുന്നതിനെ കൊണ്ടൊന്നും തോന്നരുതേ. തോന്നണോ വേണ്ടിയോന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കും. പറയും. തോന്നിയാലും ഇപ്പൊ നമുക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങള് മീൻ കച്ചവടം തുടങ്ങിയിട്ട് കൊല്ലം എത്ര അയക്കണ്? 10-20 കൊല്ലം അയക്കണ്. അയക്കണല്ലോ. നീട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടോ? 20 കൊല്ലം മുമ്പ് നിങ്ങൾക്ക് മീൻ കച്ചവടം, 2016 നിങ്ങൾക്ക് മീൻ കച്ചവടം. ആരാടി പറഞ്ഞ നമുക്ക് പുരോഗതി ഇല്ല? 20 കൊല്ലം മുമ്പ് നമ്മള് മീൻ വിറ്റ് നടന്നതിനെ കൊട്ടയിലേനി. ഇപ്പൊ എന്താ ശരി, നമ്മൾ MIT-യിലാണ്. പറയും നമുക്ക് പുരോഗതി ഇല്ലേ? മീൻ കൊട്ട മാറ്റിട്ട് MIT വാങ്ങുന്ന അല്ല മനസ്സാ പുരോഗതി. നിങ്ങള് മീൻ കച്ചവടം തുടങ്ങിയിട്ട് മീൻ കച്ചവടത്തിൽ തന്നെ നിൽക്കുകയാണ്. നമ്മളെന്നാലേ കള്ളക്കടത്ത് തുടങ്ങാൻ എന്തേ? അതൊക്കെ നിങ്ങളെ ഇഷ്ടാണ്. നിങ്ങൾ മീൻ കച്ചവടത്തിൽ വളർന്നില്ല എന്നുള്ളത് വലിയ പോരായ്മ തന്നെ. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു നിന്ന അംബാനിപ്പ ആരാണ്? ഇന്ത്യയിലെ വലിയ പൈസക്കാരി. നിങ്ങളെ മാതിരി പഴയ സ്കൂട്ടറിൽ സ്റ്റെബിലൈസർ വിറ്റ് നടന്ന കൊച്ചൗസീപ്പ് ചിറ്റിലപ്പള്ളി ആരാണ്? അതൊക്കെ പോട്ടെ, നമ്മളെ തൊട്ടടുത്തുള്ള ബീരാൻകായ് മൂപ്പരി 6 ഹോട്ടലിന്റെ മുതലാളിയാണ്. ഹോട്ടലില് കൂലിക്ക് പൊറോട്ട അടിച്ചിട്ടാണ് മൂപ്പരിപ്പ വലിയ മുതലാളിയായത്. നിങ്ങൾക്ക് അന്നും ഇന്നും ഓണക്ക മീൻ കച്ചവടം. ഓ, അനക്കപ്പ പെരുത്ത് സങ്കടാണല്ലേ നമ്മളൊരു മീൻ കച്ചവടക്കാരനായി പോയതുകൊണ്ട്. ഞമ്മക്ക് ഞമ്മളാവാനല്ലേ പറ്റൂ, അല്ലാണ്ട് അംബാനി അവൻ MIT മൂസൊക്കെ പറ്റൂ. നിങ്ങൾ സെന്റിമെന്റൽ ആവാനല്ല പറഞ്ഞേ. മനസ്സിലായി പാത്തു, ഞമ്മള് മീൻ വിറ്റ് നടക്കുന്നത് അനക്ക് കുറച്ചിലാണല്ലേ? അല്ലേ? മനസ്സിലായി. ഈ മീൻ വിൽക്കാനും നാട്ടിൽ ആരെങ്കിലും വേണ്ടേ? എല്ലാരും അംബാനിമാരായാല് നാട്ടിൽ ആരും മീൻ വിൽക്കൂ? മുതലാളിമാരെങ്ങനെ മീൻ വാങ്ങും? എനിക്കാണെങ്കിൽ ജോലിക്ക് പോകുന്ന ചിന്തിക്കാൻ കൂടി വയ്യ. എനിക്കും അങ്ങനെ തന്നെ. രാവിലെ ഓഫീസിൽ പോവുക, വൈകുന്നേരം തിരിച്ചു വരിക. എന്തൊരു പോർ പരിപാടി അത്. തിരിച്ചു വരാതെ പിന്നെ ഓഫീസിൽ തന്നെ കിടക്കണം നജി പറയുന്നത്? അല്ല, അതല്ല, എന്നു തന്നെയാണല്ലോ പരിപാടി. ഓഫീസിൽ പോവാ വരിക, ഓഫീസിൽ പോവാ വരിക. ഒരു വെറൈറ്റി ഇല്ലല്ലോ. അതെ, അതന്നെയാ പ്രശ്നം. വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ആവാന്ന് വിചാരിച്ചാ അതും തലക്ക് ഭ്രാന്ത് പിടിക്കുന്ന പണിയാ. അതെ, പറയുമ്പോ വലിയ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് തലയ്ക്ക് വട്ട് വരുന്നത്. ഓ, പിന്നെ എന്ത് പണിക്ക് പോകുന്ന ഞാൻ ആലോചിക്കുന്നത്. ഇത്താത്തക്ക് എന്തിനാ പണി? അത്യാവശ്യം ജോലിയും കൂലിയുള്ള ഒരുത്തനെ കെട്ടിയാ പോരെ. എന്നിട്ട് ഒരു പണിയെടുക്കാണ്ട് സുഖമായിട്ട് എങ്ങനെ ജീവിക്കണം? എന്നാലും എന്തെങ്കിലും പണി വേണടാ. അത്യാവശ്യം സെറ്റപ്പ് ആയിട്ട് 4 പേരോട് പറയാൻ പറ്റുന്ന ഒരു പണി.
എങ്ങനെങ്കിലും വല്ല സിനിമയിൽ കയറി പറ്റാനാ ഞാൻ നോക്കുന്നത്. അല്ല അതിന് കഴിവൊക്കെ വേണ്ട ഓ റിസ്വാനെ. അതിനൊക്കെയുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. എങ്ങനെങ്കിലും ഒരു നടനമാണ്, പിന്നെ ഒരു സംവിധായകൻ, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ പടം ചെയ്യാം. ബാക്കിയുള്ള സമയം അടിച്ചു പൊളിക്കുക. ഒറ്റപ്പാലത്തോ കോഴിക്കോടോ ഷൂട്ട് ചെയ്യേണ്ട വിഷ്വൽസ് നമ്മൾ ബാങ്കോക്കോ സിംഗപ്പൂരോ മലേഷ്യയിലോ വെച്ച് ഷൂട്ട് ചെയ്യും. ആ സംഭവം നടന്നാ കൊള്ളാം. നടക്കും, പക്ഷെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് സമയം എടുക്കും. ഓ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്നാണല്ലോ നാടോടിക്കാരിൽ പറയുന്നത്. സിനിമയിലൊക്കെ എത്തിപ്പെടണേല് ഒരുപാട് കഷ്ടപ്പെടണടാ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടാൻ എന്നെ കിട്ടൂല. പിന്നെ ഈ എന്താ വിചാരിക്കുന്നത്? അന്നെ പൊരയില് വന്ന് സിനിമാക്കാരെ വിളിച്ചോണ്ടോന്നാ? ആ അങ്ങനെ വിളിച്ചുണ്ടായാലും മലയാള സിനിമയ്ക്ക് നല്ലത്. ആ ശരി, വായും പൊളിച്ച് നോക്കിയിരുന്നോ. നിങ്ങൾ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. ഒരു ദിവസം റിസ്വാൻ ഒരു സംഭവമായിട്ട് മാറും. അത് കണ്ടിട്ട് ചത്താ മതിയായിരുന്നു. ഇത്താത്ത നോക്കിക്കോ, നിങ്ങളെ ജീവിതം ഏതെങ്കിലും ഓഫീസിലെ കസേരന്റെ മുകളിൽ തീരും. ഇല്ലേലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇങ്ങനെ കുത്തിയിരിക്കേണ്ടി വരും. പിന്നെ അതിന് രഹസ്യം ഒരിക്കലും സമ്മതിക്കൂല. അങ്ങനെ കളയാനുള്ള എല്ലാ ജീവിതം. പിന്നെ എങ്ങനെ കളയാനുള്ളതാണ് ജീവിതം? എന്തേലും വ്യത്യസ്തമായി ചെയ്യണം. എന്നാ പിന്നെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു. പോടെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചെന്നുള്ളതിന് തെളിവ് വേണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടല്ലോ, അത് പോരെ? ഓ അതൊന്നും പോരാ. 10 പേര് നമ്മളെ അറിയണം, ആളുകൾ നമ്മളെ ബഹുമാനിക്കണം. കുറച്ചുകൂടി നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് നല്ലത് താത്ത. നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങള് നടത്തി വിജയിപ്പിക്കുന്നവരുടെയാളാ ഈ ലോകം. ഓ എന്നാ പിന്നെ ഇത്താത്തനെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഞാൻ സിനിമയിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോ ഇങ്ങനൊരു ഓൾ ദ ബെസ്റ്റ് ഇത്താത്ത പറഞ്ഞില്ലേ നീ? ഓ സോറി. അതെ സോറി സോറി സോറി. അതാണ് ഞാനും ഇത്താത്തയും തമ്മിലുള്ള വ്യത്യാസം, മനസ്സിലായോ? എന്നാ പിടിച്ചോ, ഓൾ ദ ബെസ്റ്റ്. ഓ ആ ഒരു വല്ലാത്ത ഓൾ ദി ബെസ്റ്റ് ആയിപ്പോയി ഇത്താത്ത. സരിടാ, ഞാനൊക്കെ രക്ഷപ്പെടും, അതുറപ്പാ. അനക്ക് സിനിമ എന്ന് പറഞ്ഞൊരു മേഖല ഉണ്ട്, എനിക്കൊരു മേഖല കണ്ടുപിടിക്കണം. സരില്ല, അത് ഞാൻ ഉടനെ കണ്ടുപിടിക്കും. നമുക്ക് കണ്ടുപിടിക്കുന്ന തങ്ങൾ വരി. മൂത്തുപ്പാന്റെ മൂത്ത മോള മോളി MBBS പഠിക്കും. എളുപ്പാന്റെ മോന്റെ മോനി പഠിപ്പും കഴിഞ്ഞ് ദുബായിൽ എഞ്ചിനീയറായിട്ട് വെൽസ്. കദീസും എന്റെ അനിയത്തിന്റെ മോനാണെങ്കിൽ 10ാം ക്ലാസ് തോറ്റതാ, എന്നിട്ടും ഗവൺമെന്റ് ജോലി ഇട്ടു. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി ഇട്ടുക എന്ന് പറഞ്ഞാല് ലോട്ടറി അടിക്കുന്നതിന് തുല്യല്ലേ. ഇഷ്ടം പോലെ കൈക്കൂലി, ഇഷ്ടം പോലെ ഓഫീസിൽ ചെന്നാ മതി, ഇഷ്ടം പോലെ ലീവ് എടുക്കാം, പെൻഷൻ പറ്റിയാലും ഉസാലായിട്ട് ജീവിക്കാം. ഒരു ഗവൺമെന്റ് ജോലി കിട്ടണേ. വന്നോ രണ്ടാളും? ഇല്ല, വന്നില്ല. ഈ നിൽക്കുന്ന ഞങ്ങൾ രണ്ടുള്ള പ്രേതാണ്. റിസ്മോനെ മാണ്ടാത്ത വർത്താനം പറയതേ. അടുക്ക് 100 ആയിസാ മോളെ. അന്റെ വർത്താനം പറഞ്ഞത് ഔത്ത കിട്ടപ്പോഴത്തേക്കും ഈ വന്നി പറഞ്ഞേ. ജെറസിയാക്കൊരു ഗവൺമെന്റ് ജോലി അത് ശരിയാക്കി തരണേച്ച പഠിച്ചോനീന്ന് പറഞ്ഞതും വന്നതും ഒരുമിച്ച്. പിന്നെ പഠിച്ചോനാണല്ലോ PS-ന്റെ ചെയർമാൻ. അല്ല, അതിന് എനിക്ക് ഗവൺമെന്റ് ജോലി ഒന്നും ഇഷ്ടല്ല. ഗവൺമെന്റ് ജോലി ആരാണ് റസിയ ഇഷ്ടപ്പെടാത്ത? എനിക്ക് ഇഷ്ടല്ല. വേറെ ഉദാഹരണം വെച്ച് കാണിച്ചു തരും വേണ്ട. പണിയെടുക്കാണ്ട് ഇത്രയും പൈസ കിട്ടുന്ന വേറെന്ത് പണി റസിയ ദുനിയാവിലുള്ളേ? ഇങ്ങോട്ടൊക്കെ ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാ ജീവിതം മുഴുവൻ രക്ഷപ്പെട്ട് എന്നാണ് അതിന്റെ അർത്ഥം. എനിക്ക് ഇഷ്ടമില്ലാത്ത പണി ഞാൻ ചെയ്യൂല. എന്നാ പിന്നെ ഗവൺമെന്റ് ജോലി പോട്ടെ. ഇനി ആ മാണ്ട വലിയ വലിയ കമ്പനിയിലെ ജോലിയാണ് എനിക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് മതി. അതെ, അങ്ങനത്തെ ജോലിക്കൊന്നും ഈ റസിയാനെ കിട്ടൂല. പിന്നെന്തേത് എന്റെ ഉദ്ദേശം പറയേ? ഇമ്മാരി പഠിക്കൊന്നും ഞാൻ പോല. അതാദ്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാ. പിന്നെന്ത് പണിക്ക് പോകാൻ എന്റെ തീരുമാനം? അതൊന്ന് അറിഞ്ഞാ മതിയേനു. അത് ഞാൻ തീരുമാനിച്ചില്ല. ഓ അത് ശരി. അന്നപ്പോ പണി എടുക്കാണ്ട് ജീവിക്കാനാണ് നിങ്ങളെ തീരുമാനം അല്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്ത് പണി എടുക്കണം എന്നുള്ളതിനെ പറ്റി തീരുമാനിച്ചില്ല. എന്തായാലും എല്ലാരും പോലെ ഓഫീസ് ജോലി എടുക്കാൻ ഞാൻ തീരുമാനിച്ചില്ല. അതിലൊരു മാറ്റമില്ല. എന്റെ തീരുമാനം അങ്ങനെ തന്നെയൊക്കെയാണ്. ഓ അന്നപ്പോ രണ്ടാളും കൂടി പ്ലാൻ ചെയ്തെടുത്ത തീരുമാനാണില്ലേ? നിങ്ങക്ക് രണ്ടാക്കും മാനവും മര്യാദയായിട്ട് ജീവിക്കാൻ പറ്റൂല. ഇഷ്ടമുള്ള ജോലിയെ ചെയ്യൂന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാന്ന് മാനവും മര്യാദ ഇല്ലാണ്ടാകുക? സാമാന്യ ബോധമുള്ള മനുഷ്യന്മാര് ചിന്തിക്കുന്ന കാര്യമാണോ നിങ്ങൾ പറയണേ? ഉപ്പച്ച് മീൻ വിറ്റിട്ടും വെയില് കൊണ്ടിട്ടും നിങ്ങളെ രണ്ടാളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കും. അത് നല്ലൊരു ജോലി വാങ്ങി നന്നായിട്ട് ജീവിക്കുന്ന കാണാൻ വേണ്ടിട്ടാ, അല്ലാണ്ട് നിങ്ങളെ ഇഷ്ടം പോലെ തോന്നിയാസം കളിക്കുന്ന കാണാൻ വേണ്ടിട്ടല്ല. എനിക്ക് ഇപ്പറന്നാണ് മനസ്സിലാവാത്തത്. ഇഷ്ടമുള്ള ജോലി ചെയ്യുന്ന എങ്ങനെയാ തോന്നിയാസാവുക? ഇങ്ങളെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ കിട്ടൂല. എന്താച്ചാ കാണിച്ചോ?
അന്നെ നമ്മൾ പണ്ടേ എഴുതി തള്ളിയത്. താങ്ക് യു ഉമ്മച്ചി, താങ്ക് യു. ചെറസിയ, എനിക്ക് അന്റെ കാര്യം ആലോചിച്ചിട്ടാണ് സങ്കടം. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിന് അത്യാവശ്യം വേണ്ടിയ ഒരു ജോലിയാ. ഒരു സെക്കൻഡ്, എന്നെ ഉപേക്ഷിച്ചിരിക്കെ ഞാൻ ഇവിടുന്ന് കഴിച്ചിലാവുകയാണ്. ഇത്താത്ത തന്നെ അനുഭവിച്ചു. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പറ്റുമിച്ച് ഇത്താത്തനൊന്നും വെച്ച് അറക്കൂ. എടി റസിയ, അന്നോട് പറയുന്ന എനിക്ക് മനസ്സിലാവുണ്ടോ? ഞാൻ പറഞ്ഞത് ഉമ്മച്ചി മനസ്സിലാക്കാത്തേ? ഈ പറയുന്ന ഭൂലോക ഫൗൾ ആവോണ്ടീനെ. മാനവും മര്യാദയായിട്ടോ ജീവിക്കാൻ പറ്റുന്ന ഒരു ജോലി മാണ്ടാന്ന് പറയണേ. എങ്ങനെയാ നമ്മൾ സഹിക്കണ്ടേ? എനിക്ക് എന്റെ ഇഷ്ടാണ് പ്രധാനം. അന്റെ ഒരു ഇഷ്ടം റസിയ. മര്യാദയ്ക്ക് അടുത്ത ആഴ്ച മുതൽ PSC കോച്ചിങ്ങിന് പോയിക്കോ. അനക്കൊരു ഗവൺമെന്റ് ജോലി വാങ്ങി തരണം എന്നുള്ളേ നമ്മളെ ഉത്തരവാദിത്തം. ഓ, ഒരു ഉത്തരവാദിത്തക്കാരി വന്നിരിക്കുന്നു. എന്റെ കാര്യം നോക്കാൻ എനിക്ക് നല്ലോണം അറിയാം. എന്റെ ഇഷ്ടങ്ങളെ ബഹുമാനിക്കാൻ ആദ്യം ഉമ്മച്ചി പഠിക്കി. ആ, എന്നിട്ട് നമ്മൾ എന്നോട് പഠിച്ചിട്ട് എന്നോട് വർത്താനം പറയാൻ വരാ. ആ, അതായിരിക്കും നല്ലത്. റസിയ, മര്യാദയ്ക്ക് ഈ PSC കോച്ചിങ്ങിന് പോയിക്കോ. ഇല്ലെങ്കിലോ തർക്കുത്തരം പറയുന്നു. ഓ, എന്റെ ആഗ്രഹങ്ങൾ എന്താ ഉമ്മച്ചി മനസ്സിലാക്കാത്തത്? അതിന് എന്ത് തേങ്ങാണ് എന്റെ ആഗ്രഹവും. ആ, അതെന്താണെന്ന് ഞാൻ തീരുമാനിച്ചില്ല. ഹിഞ്ചറപ്പേ, മര്യാദയ്ക്ക് ഒരു പണിക്ക് പോവുകയില്ല. എന്ത് പണിയാ ചെയ്യേണ്ടതെന്നിട്ട് അറിയയില്ല. എനിക്ക് എന്റെ മേഖല ഏതാണെന്ന് തീരുമാനിക്കാൻ അല്പസമയം വേണം. ഓളൊരു മേഖല, അനക്കൊക്കെ നല്ലതേ വനമേഖല. ഓ, ഉമ്മച്ചിനോട് സംസാരിക്കാൻ ഞാനില്ല. 4ാം ക്ലാസ്സിൽ തോറ്റാൾ എന്നോട് ജോലി ചെയ്യാൻ പറയുന്നു. ഒന്നില്ല. റസിയ, നമ്മക്ക് പറ്റാത്താണ് എന്നോട് പറയണേ. ആഹാ, അപ്പൊ ഇങ്ങക്ക് പറ്റാത്ത നേടിയെടുക്കാൻ എന്നെ ഉപയോഗിക്കുന്നതേ ചീപ്പാണ്. ചീപ്പ് ചീപ്പാണെങ്കിലും കണ്ണാടിയാണെങ്കിലേ നമ്മൾ പറയണേൽ ഒരു തെറ്റൂല. ഓ, സമ്മതിച്ച്. ഉമ്മച്ചി പറയുന്ന മാത്രം ശരി, ബാക്കിയുള്ളവർ പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ തെറ്റ്. ഞാനില്ല നിങ്ങളോട് വർത്താനം പറയാൻ. ആന്ന് മൂക്കി ഈ നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണേ. ഈറ്റിങ്ങളോട് നമ്മൾ പറയണ ഒന്നും എന്താ മനസ്സിലാവാത്തേ? വെള്ള റിസ്പോൺ കൊണ്ട് അതൊക്കെ വെപ്പിക്കേനി. ജീവിതത്തിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകൾ: അരുന്ധതി റോയ്, KR മീര, സാറ ജോസഫ്, ദയാബായ്, നേഹ ഭട്കർ, പാർവതി, സുനിത കൃഷ്ണൻ. ഇവരുടെ ജീവിതവും കഥയും അടുത്തറിയുന്ന ഫീച്ചർ. എല്ലായിടത്തും എഴുത്തുകാരാ, സാമൂഹ്യ പ്രവർത്തകരും. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താലേ നമ്മളെ 4 പേരെ അറിയൂ. ഇങ്ങനെയുള്ള മാഗസീനിലൊക്കെ നമ്മളെ കുറിച്ച് ഫീച്ചർ വരുന്നത് എന്ത് രസമുള്ള കാര്യാ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവണം. ആയേ പറ്റൂ. തന്നെ ജാതിപ്പേര് ചേർത്ത് വിളിക്കരുതെന്ന് നടി പാർവതി പറയുമ്പോൾ അതിൽ കാണാൻ സാധിക്കുന്നത് ഒരു സ്ത്രീയുടെ ബോൾഡ്നെസ്സും അഭിപ്രായ സ്വാതന്ത്ര്യവുമാണ്. സാഹിത്യത്തിൽ വലിയ കഴിവില്ലെങ്കിലും സാരില്ല, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. 4 പേര് ശ്രദ്ധിക്കാൻ അതൊക്കെ ധാരാളം. ഒരു സാമൂഹ്യ പ്രവർത്തകയായാലും മതി, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആ, ഒരു കവിതയൊക്കെ ഞാൻ വിചാരിച്ച ഈസി എഴുതാവുന്നേ ഉള്ളൂ. എഴുതണം, സാമൂഹ്യ പ്രവർത്തകയാവണം, മറ്റുള്ളവർ ബഹുമാനിക്കുന്ന, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുന്ന, ഇൻസ്പയർ ചെയ്യുന്ന ഒരു റസിയായി മാറണം. ആ, അതിന് ആദ്യം മാറ്റേണ്ടത് എന്റെ ഈ കൂറ ലുക്ക. അല്ല, അത് സാരില്ല, ലുക്കൊക്കെ മാറ്റാവുന്നേ ഉള്ളൂ. കണ്ടാൽ തന്നെ കലാകാരിയാണെന്നും സാമൂഹ്യ പ്രവർത്തകയാണെന്നും കാണുന്നവർക്ക് തോന്നണം. വഴിയുണ്ട്. പ്രായപൂർത്തിയായ 2 മക്കളുണ്ട്. പറഞ്ഞിട്ട് എന്ത് കാര്യം? സ്വന്തം തുണി പോലും തീരുമാനം ഓൽക്ക് നേരെയില്ല. ഇനിയിപ്പൊ നേരെ ഉണ്ടെങ്കിൽ തന്നെ ഓൽക്ക് ഇഷ്ടമുള്ള പണിയല്ലേ ഓല എടുക്കൂ. ഞാനൊന്ന് പുറത്തു പോവാണ്. നിന്റെ മല പറിക്കാൻ ഈ പുറത്തേക്ക് പോണേ? ഞാൻ ഒരു സിനിമ കാണാൻ പോവാണ്. ക്ലാസ് ഇല്ലാത്ത ദിവസം എനിക്ക് മര്യാദയ്ക്ക് കൊലായിൽ കുത്തിട്ട് 4 അക്ഷരം പഠിച്ചൂടെ റിസ്മോനെ? ഏത് 4 അക്ഷരാണ് പഠിക്കേണ്ടത് ഉമ്മച്ചിയെ? എന്റെ ഉമ്മച്ചിയെ, ക്ലാസ് ഇല്ലാത്ത ദിവസം ഫുൾ പഠിക്കൽ എന്നെ ഇവിടെ പരിപാടി. ക്ലാസ് ഇല്ലാത്തപ്പോഴല്ലേ സിനിമയൊക്കെ കാണാൻ പറ്റൂ. ക്ലാസ്സിലപ്പോ പഠിക്കുന്ന ഒരു മാന്യേ. ഈ ഒരു സിനിമ കണ്ടുവരാൻ പൈസ എത്രമാണോ? മൂസക്കായി കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസയാണതി.
മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശേ മക്കൾക്ക് വേണ്ടിട്ട് തന്നെയല്ലേ ഉമ്മച്ചിയെ. സംസാരിച്ചിരിക്കാൻ സമയമില്ല. സി യു ഈവനിങ്. ബൈ. കൊറേ നേരമായിട്ട് ആ കണ്ണാടിന്റെ മുന്നിൽ നോക്കിയിട്ട് തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്നതാണ്. ഞാൻ പോവുകയാണ്. ശരി കേട്ടോ. വല്ലാത്തൊരു മോൻ തന്നെ. രാവിലെ തന്നെ സിനിമക്ക് പോയിക്കണ്. വേറൊരുത്തിന്റെ കണ്ണാടിന്റെ മുന്നിൽ കളിക്കണ്. ഒച്ച പഠിച്ചോന് ഇതൊക്കെ എന്നെ നന്നാവും. പാർവതി മേനോന്റെ സ്റ്റൈൽ പിടിക്കുന്നതാണ് നല്ലത്. സോറി, പാർവതി മേനോനല്ല, പാർവതി. ഇതാവുമ്പം മൊത്തത്തിലൊരു സാമൂഹ്യ പ്രവർത്തകയുടെയും സാഹിത്യകാരുടെയും ഒക്കെ ഒരു ലുക്ക് ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കൊള്ളാം. ഒരു കണ്ണാടി കൂടി വെച്ചാൽ കറക്റ്റായി. യെസ്. കണ്ണാടി കൂടി വന്നപ്പോ മൊത്തത്തിൽ സെറ്റപ്പായി. ഇപ്പൊ ആരും കണ്ടാലും പറയും ഒരു സാമൂഹ്യ പ്രവർത്തകയാണെന്ന്. ഇനി അതായിട്ട് രസി അടങ്ങും. ഈ വേഷം കണ്ണാടിക്ക് ആയി കഴിഞ്ഞപ്പോ വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നുന്നു. സത്യം പറഞ്ഞ ഒരു കഥയോ കവിതയോ എഴുതാൻ തോന്നുന്നു. കഥ വേണ്ട, കവിത എഴുതിയാ മതി. അതാവുമ്പോ പെട്ടെന്ന് പരിപാടി കഴിയും. അതെ, റസിയ മൂസ ഇനി കവിത എഴുതാൻ പോകുന്നു. റസിയ മൂസ പേര് സുഖല്ലേ? പേര് മാറ്റണോ? വേണ്ട, റസിയ മൂസ തന്നെ മതി. നമ്മള് ഫേമസ് ആവുമ്പോ പേരും ഫേമസ് ആയിക്കോളും. ഇനി ഒരു കവിത എഴുതിട്ടേ ബാക്കി കാര്യുള്ളൂ. കോളേജ് മാഗസിനിൽ കൊടുക്കാം. ആദ്യം കോളേജ് മാഗസിനിൽ വരട്ടെ. പടച്ചോനി, എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് വേഗം ഒന്ന് പറഞ്ഞതാ. ഓരോന്ന് അടിച്ചാരാനൊന്നും റസിയനൊന്നും കിട്ടൂല. റസിയ, 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 നിന്റെ കോലാണ് ആ കണ്ണടൊന്ന് താത്തി നോക്കിന്ന. എന്നെ കണ്ടാൽ ഇപ്പോൾ ഒരു ബുദ്ധിജീവിനെ പോലെ ഇല്ലേ? ബുദ്ധിജീവിനെ പോലെ ഉണ്ടോ നമ്മക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തോ ഒരു ജീവിന്റെ മാതിരി ഉണ്ട്. വിവരമില്ലാത്തവർക്ക് ഈ ലുക്കിന്റെ അർത്ഥം മനസ്സിലാവില്ല. അല്ല റസിയ, എന്തിനുള്ള പുറപ്പാടാണീ? അത് ഉമ്മച്ചി എന്നോട് ചോദിച്ചില്ലേ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്? ഇതാണ് അതിന്റെ ഉത്തരം. ഞാൻ കവിത എഴുതാൻ പോവുകയാണ്. സാഹിത്യവും സാഹിത്യ പ്രവർത്തനവുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ജോലികൾ. അല്ലോ, ഇതൊക്കെ ചെയ്ത കഞ്ഞി കുടിച്ച് ജീവിക്കാനുള്ള പൈസ ഉണ്ടോ? എനിക്ക് പണമല്ല പ്രധാനം, എനിക്ക് എന്റെ സന്തോഷമാണ് പ്രധാനം. സന്തോഷം. അപ്പൊ മറ്റുള്ളൊരു സന്തോഷത്തിന് എന്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ഇല്ല. ഇല്ല, എന്നോട് തർക്കിക്കാനും വരരുത്, എന്നെ ശല്യപ്പെടുത്താനും വരരുത്. ഞാൻ കവിത എഴുതാൻ പോവുകയാണ്. സിയോ, പഠിച്ചോനെ, രണ്ടു മക്കളും ചീഞ്ഞു പോയല്ലോ. ഫോൺ ഇടയിനുള്ളി. പോയി. ഇങ്ങോട്ട് വരികയെ വന്നിട്ട് പറയോ പ്രശ്നാണി പ്രശ്നാണി. തിരലടിഞ്ഞിക്കണി, ഇടി വെട്ടിക്കണി. കവിത വരുന്നില്ലല്ലോ പടച്ചോനെ. കവിതേ, പ്ലീസ് ഒന്ന് വേവാ.
എവിടെയോ കേട്ടിട്ടുള്ള പോലെ. വേറൊന്ന് എഴുതാം. വേണ്ട. സംഗതിയുടെ കവിത വേണോ? സംഗതി ഇടാത്ത കവിത വേണോ? പുഷ്പമേ. വേണ്ട. എന്താ കവിത വരാത്ത? കുറുമ്പിൻ കൂട്ടമേ. മുസക്കായി മുസക്കായി എടുത്തു. ആ മുസക്കായി ഇങ്ങോട്ട് തിരി. ഡേടി. ഡേയ്. അടു കാട്ടു കാട്ടു. ആ ഇതെന്താ അവള് കണ്ടത്തിലേക്ക് പോയിട്ട് ചാരി കുത്തിരിക്കണേ? എന്തോ കുഴപ്പമുണ്ടല്ലോ പത്തുവക്ക്. പാട്ടും പാടുന്നുണ്ടോ? റസിയക്ക് നല്ല വട്ടാണ് കേട്ടോ. എന്തൊരു കോലാ പത്തു അത്. ആ സാഹിത്യകാരിയോ സാമൂഹ്യ പ്രവർത്തകോ എന്തൊക്കെ കാണുന്നാ പറയണേ. ഇത് കണ്ടിട്ടേ ലേശം പ്രശ്നമുള്ള മാതിരി ഉണ്ട് കേട്ടോ. ലേസൊന്നല്ല, ഏ തിലകം പറഞ്ഞോണു സൈക്കോസിന്റെ എന്തോ ഒരു അവസ്ഥാന്തരാണ്. അങ്ങനാണ് നമ്മ സംശയം. കണ്ടില്ലേ, തട്ടോന്നും ഇടുന്നില്ല, ലൂസാപ്പി ഒരു ജുബയും ഇടുന്ന ഒരു വട്ട കണ്ണടയും ഒക്കെ വാങ്ങിക്കണ്. എന്നാലും തല മറിച്ചിക്കണോളൂ എന്തോ തുണിയുണ്ട്. തല മറിച്ചിക്കണ്, കണ്ണടക്കൊക്കെ ഒരു വൈപ്പറൊക്കെ വെച്ചു കൊടുക്കണം. ഇങ്ങനെ ഇങ്ങനെ കാറിനൊക്കെ ലേറ്റ് ആയി. റിസ്വാന്റെ ഭ്രാന്ത് വിളിക്കും തുടങ്ങിയോ? നമ്മള് തമാസാക്കിയോണൊന്നല്ല, കണ്ടില്ല എന്തൊക്കെയോ ഭ്രാന്തുകളൊക്കെ കളിക്കുന്നുണ്ട്. നമ്മ വേച്ചാറാണ്. തെങ്ങിൻ പൂഞ്ചോലയേ. ഇതൊന്ന് സമാധാനപ്പെടു പാത്തു, എല്ലാം നേരെയാവും. നമ്മൾ എങ്ങനെ സമാധാനപ്പെടാനാണ്? ഓളക്കാര്യം ആലോചിക്കുമ്പോ തന്നെ നമുക്കൊരു വേച്ചാറാണ്. കോളേജ് വിട്ടിട്ട് ഇപ്പൊ എത്രയായി സമയം? ഏതെങ്കിലും പാടത്തോ പറമ്പത്തോ ചുറ്റി കറങ്ങി നടക്കണുണ്ടാവും ഭാവനക്ക് മാണ്ടീറ്റ്. റിസ്വാന്റെ കൂടെ ബെസ്റ്റ്. ഈ നാമേച്ചിക്ക് മരപ്പട്ടി കൂട്ടി നടന്നോണയ്ക്കൂ. ഓനോളേക്കാളും വലിയ ഭ്രാന്തനാണ്. അതാ എത്തിയല്ലോ. എഴുന്നൊക്കെ അലിഞ്ഞു തിരിഞ്ഞുള്ള വരവാണ്. റസിയനെ കണ്ടാലറിയാം. ഉമ്മച്ചിയെ, ഞാൻ ഈ കണ്ണാടി മേശൊക്കെ ഉപേക്ഷിക്കാൻ പോവാ. അതെന്താ ഒരു നല്ല ബുദ്ധി തോന്നിയേ? എന്റെ കവിത മലയാളം ഭാഷ വായിച്ചിട്ട് മാഗസീനിൽ കൊടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു. മേലെ കവിത എഴുതരുതെന്നും പറഞ്ഞു. ഞാൻ എനിക്ക് പറ്റാത്ത പണിയെ ചെയ്തോണ്ടിരുന്നെ. ഏതായാലും ഞാനൊന്ന് തീരുമാനിച്ച് പറ്റുന്ന പണിയെ ഇനി ഞാൻ ചെയ്യൂ. ഇപ്പഴാ നമുക്കൊരു സമാധാനായി. സാഹിത്യകാരിയാവാനും സാമൂഹിക പ്രവർത്തകയാവാനും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആഗ്രഹം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, കഴിവും വേണ്ടേ? മോളെ, ഇതിനാണ് തിരിച്ചറിവ് എന്ന് പറയും. പലർക്കും ഇല്ലാത്തത് ഇതാ. സാഹിത്യകാരാവാൻ കഴിവാണ്, സാമൂഹ്യ പ്രവർത്തകയാവാൻ നല്ല മനസ്സ് മതി. ആ മനസ്സ് മോക്കുണ്ടാവണം. എന്ത് ജോലി വേണം ചെയ്യാം. ഞാൻ മര്യാദയ്ക്ക് പഠിച്ച് നല്ല ജോലി വാങ്ങും. ഓ പഠിച്ചോനെ, നന്ദി. തട്ടൊക്കെ ഇട്ടൊന്ന് പയ്യെ റസിയാണ്. അത് പോയി നല്ലോണം പഠിക്ക്. അവില് കൊയിച്ച് ചിക്കണേ, കട്ടൻ ചായയും ഉണ്ട് കേട്ടോ. പയൻകൂട്ടി ഞമ്മടി തിന്നോ. റിസ്മോനെ, സിൽമ സിൽമ എന്ന് പറഞ്ഞിട്ടുള്ള അന്റെ നടത്തിനെ മാറ്റണം. എന്നെ ഒരു സത്യക്കും തടുക്കാനാവൂല, ഞാൻ പറഞ്ഞേക്കാം. കണ്ടാൽ അറിഞ്ഞൂടാത്ത കൊണ്ടാൽ അറിയൂ. അല്ല പിന്നെ അതന്നെ കണ്ണിന്റെ മുന്നിൽ പോ. പറഞ്ഞാ പോരെ, ഇവിടാണോ? അല്ല വേണ്ട, അതിന്റെ മേലൊരു പ്രതീക്ഷ വേണ്ട.